പമ്പാ നദിയിലെ 9 ഡാമുകൾ ഒരുമിച്ച് തുറന്നുവിട്ടു. ഇടുക്കി എറണാകുളം ജില്ലയിലെ 11 ഡാമുകൾ ഒരുമിച്ച് തുറന്നുവിട്ടു. ചാലക്കുടി പുഴയിലെ 6 ഡാമുകൾ തുറന്നുവിട്ടു. ഈ ഡാമുകൾ തുറന്നുവിടുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്താണ്, ഇമ്പാക്ട് എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചില്ല. അവിടെയുള്ള ആളുകൾക്ക് മുൻകൂർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയില്ല. അങ്ങനെയാണ് 2018 കേരളം ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും ദുരന്തപൂർണമായ പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇന്ന് 8 വർഷം കഴിഞ്ഞു. 2026 ഓഗസ്റ്റ് 1-ാം തീയതി. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, കാസർഗോഡ് ജില്ല എന്ന് വേണ്ട മിക്കവാറും ജില്ലകളിലെ മിക്കവാറും പ്രദേശങ്ങൾ വെള്ളത്തിലാണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മുറ്റത്ത് കിടക്കുന്ന ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിരുന്നവർ ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ പുറത്തു പോയി ഒരു കവർ പാല് വാങ്ങിക്കൊണ്ട് വന്ന് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് സുഖമായി കിടന്നുറങ്ങിയവർ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, പടിക്കെട്ടില്, വീടിനകത്ത്, വീടിന്റെ ഒരു നില നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് മുങ്ങിപ്പോകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ്. 2018 അത് അനുഭവിച്ചതാണ് ഈ മേഖല. അപ്പൊ 8 വർഷങ്ങൾക്ക് പുറകെ നടന്ന മഹാദുരന്തത്തെ പ്രളയത്തിന് ശേഷം ഇന്ന് ഒരു ഓഗസ്റ്റ് 1-ാം തീയതി നേരം പുലർന്നപ്പോൾ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കേരളത്തിന്റെ മിക്കവാറും സ്ഥലങ്ങളിൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇവിടെ മഴ കുറവായിരുന്നു കേട്ടോ. നമുക്ക് പവർ കട്ടായിരുന്നു. ഡാമുകളിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല. അന്ന് 2018 ഡാമുകളാകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ഡാമുകളൊക്കെ തുറന്നു വിട്ടത് കൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായതെന്നായിരുന്നു അന്നിവിടെ എല്ലാവരും ആക്ഷേപിച്ചിരിക്കുന്നത്. പിണറായിയെ പോലെ അല്ലെങ്കിൽ ചില എരണം കെട്ടവർ ഭരിച്ചാൽ ഇതും ഇതിലപ്പുറവും നടക്കുമെന്ന് ഇന്ന് ഭരണത്തിലിരിക്കുന്ന ചിലർ അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആക്ഷേപിച്ചത് അന്ന് കേരളീയർ കേട്ടിട്ടുണ്ട്. അന്ന് ആ എരണം കെട്ടവർ എന്ന് വിളിച്ച അതേ ആൾക്കാർ ഇന്നിവിടെ ഭരണത്തിലിരിക്കുകയാണ് എന്നും കൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എരണം കെട്ടവർ ഈ നാട് ഭരിച്ചാൽ പ്രളയവും രോഗവും നിപ്പയും കൊറോണയും എല്ലാം ഈ നാട്ടിലുണ്ടാകുമെന്ന് അന്ന് പറഞ്ഞവർക്ക് ഇന്നും അതേ അഭിപ്രായം അവർ വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു കൗതുകമുണ്ട്. അതെന്തായാലും അവർ തന്നെയാണ് പറയേണ്ടത്. നമുക്ക് സാധാരണക്കാരൻ അറിയുന്ന ഒരു കാരണമുണ്ട് ഇത്തരം പ്രളയങ്ങൾക്ക്. പണ്ടൊക്കെ മഴ പെയ്യുമായിരുന്നു, നല്ല പെരുമഴ പെയ്യുമായിരുന്നുവെങ്കിൽ അത് ഒരാഴ്ച കൊണ്ടൊക്കെ പെയ്തിരുന്ന മഴ ഇപ്പോൾ ഒരു ദിവസത്തെ താഴെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിതീവ്രമായി പെയ്തിറങ്ങുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ വാസസ്ഥലങ്ങളിൽ അത് താങ്ങാനുള്ള ഇടമില്ല, അല്ലെങ്കിൽ സ്ഥലമില്ല എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രധാന കാരണം. അന്നൊക്കെ ഒരുപാട് നെൽപ്പാടങ്ങൾ വിസ്തൃതമായ ഏരിയയിൽ പരന്നു കിടക്കുമ്പോൾ അന്ന് കൂടുതൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളമെല്ലാം ഈ നെൽപ്പാടങ്ങളിലും വയലുകളിലും പരന്നു കിടക്കും. അത് മഴ മാറുമ്പോൾ താനെ ഒഴുകി പുഴകളിലേക്കും അല്ലെങ്കിൽ കടലിലേക്കും പോകുമായിരുന്നു. ഇതാണ് അന്നൊക്കെ സംഭവിച്ചിരുന്നത്. ഇപ്പോൾ എന്താണ്, ഏതാനും മണിക്കൂറുകളിൽ ഒരാഴ്ച കൊണ്ട് പെയ്യുന്ന മഴ ഇതിനെവിടെ ഒഴുകിപ്പോകാൻ സ്ഥലമില്ല. തോടായ തോടും പുഴകളെല്ലാം മണൽ നിറഞ്ഞ് ചളി നിറഞ്ഞ് പൂണ്ട് കിടക്കുകയാണ്. അത് വാരാനായിട്ടും കോരാനായിട്ടും ഏത് സർക്കാർ വന്നാലും ഇവിടുത്തെ പരിസ്ഥിതി പ്രേമികൾ സമ്മതിക്കുന്നില്ല. ഇനി അഥവാ അതൊന്ന് കോരാൻ നിന്നാൽ ഇവർ കൊള്ള നടത്തുകയാണ്, മണൽ കൊള്ള നടത്തുകയാണ് എന്നുള്ള ആക്ഷേപവും ഉയർത്തും. അതുകൊണ്ട് ഒരു സർക്കാരും അതിനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നീടോ ഈ വയലുകളെല്ലാം നികത്തി ഇപ്പോൾ വീടുകൾ വെച്ചു, വലിയ കൊട്ടാരങ്ങൾ പണിതു. ഈ നെൽകൃഷി സ്ഥലത്തൊക്കെ വാഴയും കവുങ്ങും തെങ്ങും വെച്ചു, പലയിടത്തും റബ്ബർ വെച്ചു. അങ്ങനെ നമുക്ക് തന്നെ പാര പണിതു എന്ന് പറഞ്ഞാൽ മതി. നല്ല പെരുമഴക്കാലത്ത് നമുക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഈ വിശാലമായ നെൽപ്രദേശം, വയൽപ്രദേശത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കി, നമുക്ക് തന്നെ വിനയാക്കി മാറ്റി എന്ന് ചുരുക്കത്തിൽ പറയാം. അതാണിവിടെ സംഭവിച്ചത്. അതാണ് ഈ തോതിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെള്ളം പെട്ടെന്ന് പൊങ്ങാനുള്ള കാരണം ആ സ്ഥലങ്ങളെല്ലാം ഇപ്പം നമ്മൾ താമസിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ വീടുകളാണ്. ആ വെള്ളം കയറി വരുന്നത് പണ്ട് വയലുകളിലേക്കായിരുന്നുവെങ്കിൽ ഇപ്പം നമ്മളവിടെ വീട് വെച്ചത് കൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് കയറി വരും. വെള്ളത്തിനൊഴുകി പോകാൻ അതിനൊരു സ്ഥലം വേണമല്ലോ, അത് പ്രകൃതിയുടെ നിയമമാണല്ലോ. അതുകൊണ്ട് ആ വെള്ളം കയറി വന്ന് നമ്മൾ അനുഭവിക്കുക എന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഇനി ദൈവതുല്യരായ എത്ര മഹാന്മാരിവിടെ ഭരിക്കാൻ വന്നാലും
ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് എരണം കെട്ടവർ പോയി, ഇനിയിപ്പോൾ ഈ ദൈവതുല്യർ ഇവിടെ ഭരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക. ഇനി ഇത് നമ്മളെ സാധാരണക്കാരൻ്റെ ഭാഷ. ഇനി ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായി പറയാൻ പറ്റുന്ന ശാസ്ത്രജ്ഞർക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. അതും കൂടെ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. പ്രളയം വരുന്നത് പല രൂപത്തിൽ വരാം. റെയിൻ ഇൻഡ്യൂസ്ഡ് പ്രളയം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മഴ കൊണ്ട്, കഠിനമായ മഴ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഒരു പ്രദേശത്തിന്, ഡാമായാലും ഒരു പ്രദേശമായാലും വയലായാലും തോടായാലും നദിയായാലും അതിന് കയറിങ് കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അപ്പുറം വെള്ളം വന്നാൽ അത് ഒഴുകി പോയാലേ പറ്റുള്ളൂ. അപ്പോൾ പ്രളയം ഉണ്ടാക്കും. ഉയർന്നേ പറ്റൂ. ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം ഉയർന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെ റെയിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്ലഡ് ഉണ്ട്. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. മിന്നൽ പ്രളയം. കേരളത്തിൽ അന്ന് വന്നത് മിന്നൽ പ്രളയമാണ്. വളരെ പെട്ടെന്ന് വെള്ളം വന്നിങ്ങനെ നമുക്ക് അപകടം ഉണ്ടാക്കും. പിന്നെ ഡാം ഇൻഡ്യൂസ്ഡ് പ്രളയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഡാമുകൾ കെട്ടിവച്ചിരിക്കുന്നത് കൊണ്ടും ഡാം മാനേജ് ചെയ്യാത്തതുകൊണ്ടും സമയത്ത് ഡാം മാനേജ് ചെയ്യാത്തതുകൊണ്ട് ഡാം ഇൻഡ്യൂസ്ഡ് പ്രളയമുണ്ട്. ഈ ഡാം ഇൻഡ്യൂസ്ഡ് പ്രളയത്തെയാണ് നമ്മൾ പലപ്പോഴും എന്ത് പറയുന്നത്, മനുഷ്യനിർമ്മിതം. മറ്റേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മഴ ഇങ്ങനെ വന്നു പോകും. പക്ഷേ ശക്തമായ മഴ വരുന്നതിനനുസരിച്ച് ഡാമുകളെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കഥ. കേരളത്തിൽ 2018 ആഗസ്റ്റ് മാസം 14 മുതൽ 18 വരെ വന്ന വലിയ മഴയിൽ കേരളത്തിൽ 67ഓളം വരുന്ന ഡാമുകൾ ഉള്ളതുകൊണ്ട് ആണ് വലിയ പ്രളയമുണ്ടാകാത്തത്. അങ്ങനെ നമ്മൾ വേറൊരു പോസിറ്റീവ്, ഡാമിൻ്റെ പോസിറ്റീവ് സൈഡ് ആദ്യം പറയാം. വലിയ പ്രളയം ഉണ്ടായില്ല. കാരണം 24-ൽ ഇതിനേക്കാൾ വലിയ പ്രളയം ഉണ്ടായി. കാരണം അന്ന് മുല്ലപ്പെരിയാർ ഡാം മാത്രമേ ഉള്ളൂ. ഭൗമശാസ്ത്രജ്ഞനായ ഇദ്ദേഹവും പറയുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ പ്രളയം വരാം എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു കപ്പാസിറ്റി ലെവലുണ്ട്. അതിനപ്പുറം പോയാൽ താങ്ങാൻ പറ്റില്ല, അത് പ്രളയമാകും, അത് നമ്മൾ അനുഭവിക്കണം എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ പറയുന്നത്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓരോ അവസരങ്ങളിലും കണ്ടുപിടിക്കേണ്ടതുണ്ട്. 2018 ഒരവസരം കിട്ടി, അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പെട്ടെന്ന് 3-4 മണിക്കൂറുകളെ കൊണ്ട് പ്രളയം വന്നാൽ ആ വെള്ളം സുഗമമായി ഇവിടെ നിന്ന് ഒഴുകിപ്പോകാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ. കാലം കടന്നുപോയി. 2018 കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞു. എന്ത് നമ്മൾ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അത് അന്ന് ഭരിച്ചിരുന്നവരും ഇന്നിപ്പോൾ ഭരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതേ എരണം കെട്ടവരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ അതിതീവ്രമായ മഴ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ കാലാവസ്ഥാ വ്യതിയാനമാണ്. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പ്രളയം നടക്കുമ്പോഴും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വെള്ളത്തിലാണെന്ന കാര്യം കൂടെ നമ്മൾ മറക്കരുത്. കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല എന്നും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.